മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരുന്നാൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. വൈറ്റ് റൈസും ചിക്കൻ കടായിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. തലേ ദിവസം പച്ചക്കറികൾ കട്ട് ചെയ്ത് വെക്കുക, പിന്നെ റൈസ് വേവിച്ച് തണുത്തതിന് ദിവസം ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയേണ്ടതന്നെ കേട്ടോ, അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം തന്നെ ഞാനിതിവിടെ ചിക്കനാണ് കേട്ടോ ക്ലീനാക്കി മസാല ചേർത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി വേവിച്ചതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. ചിക്കനിൽ മസാല ഇറത്തിയിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ചെറുനാരങ്ങൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് വിനീഗറോ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതാ കുറച്ചും കൂടി പൊരിച്ചെടുക്കാണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ്ക്ക് ഇതാ ഞാനിവിടെ ക്യാരറ്റ്, സവോള, അതുപോലെ കാപ്സിക്കൻ പച്ചേന് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതും പിച്ച്. നമ്മളിത് കുക്കറിലല്ല കേട്ടോ, ചെമ്പട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചെങ്ങാണ്ട് ഇതാ വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവോള കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ അടുപ്പത്താണ് നമ്മൾ കടായിക്കുള്ള ഉള്ളി വഴറ്റിയെടുക്കേണ്ടത്. അപ്പം 3 സവോള, ഒരു കാപ്സിക്കന്, 3 തക്കാളി ജ്യൂസ് അടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് സോയാ സോസ്, ചില്ലി സോസൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പിരിയാമുളകും പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അതൊരു മധുരം ഉണ്ടാവുമല്ലോ നമ്മളെ കടായിൽ, അതാണ് കേട്ടോ. പിന്നെ തക്കാളി സോസും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്കാണ് ഉണ്ടാക്കേണ്ടത്. പെരുന്നാളാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടണമല്ലോ, അതുകൊണ്ട് 2 അടുപ്പത്ത് വെച്ചും കൊണ്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചിലതൊന്നും ഇട്ട് കൊടുക്കേണ്ട നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് തക്കാളി സോസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ കടായി ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുറച്ച് സവോളയും ഇതൊക്കെ വഴറ്റിങ്ങാണ്ട് പൊടികളും സോസൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. വെറുംചോറിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടായി ഉണ്ടാക്കാൻ എളുപ്പം. അപ്പോൾ നമ്മൾ കടായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ചോറ് റെഡിയാക്കാനുള്ള പച്ചക്കറികൾ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കന്, പിന്നെ ചിക്കൻ പൊരിച്ച് പിച്ചെടുത്തത് കേട്ടോ. മല്ലിയില, പൊതിയില ഇവെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക, പട്ട, പൂവൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചക്കറി റെഡി ആയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ ചോറിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒരല്പം നെയ്യും ചേർത്തി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കടായും വൈറ്റ് റൈസുമാണ്. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിക്കണം കേട്ടോ. അത് വീഡിയോ എടുത്തിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.